ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ പരിഹാരത്തിന് സാധ്യതകൾ തേടുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സർക്കാരിന് ഒരവസരം കൂടി നൽകാമെന്നും അതിനുശേഷവും സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടി എടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഈ പള്ളിത്തർക്കത്തിൽ കോടതി നിലപാട് കർശനമാക്കുകയാണോ? എന്താണ് ഇന്നത്തെ കോടതിയുടെ നിലപാടിന്റെ സൂചന? രഞ്ജിത്ത്, കുറച്ചു നാളുകളായി ഈ ഒരു വിഷയത്തിൽ കോടതിയുമായി അല്ലെങ്കിൽ കോടതിയിൽ സർക്കാർ നിലപാട് അറിയിക്കാൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ യാക്കോബായ സഭ ഇത്തരത്തിൽ ഓർത്തഡോക്സ് സഭയെ സഹായിക്കുന്നു എന്നുള്ള ആരോപണമായും തിരിച്ചും അതേ ആരോപണം തന്നെ തിരിച്ചും സർക്കാർ നിലപാട് സഭകളെ, അതായത് ഓർത്തഡോക്സ് സഭയെ സഹായിക്കുന്ന നിലപാടാണെന്ന് യാക്കോബായ സഭയും തിരിച്ചും ഉള്ള ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ സർക്കാർ വൈകുന്ന കാര്യത്തിൽ ഹൈക്കോടതിയെ നിശിതമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ പ്രശ്നപരിഹാരത്തിന് സാധ്യതകൾ തേടുകയാണ് എന്നാണ് ഹൈക്കോടതി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സർക്കാരിന് ഇനി ഒരവസരം കൂടി മാത്രമേ നൽകുകയുള്ളൂ എന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം. അതിനുശേഷവും, അതായത് ഈ ഒരു അവസരത്തിന് ശേഷവും ഉത്തരവ് നടപ്പാക്കുന്നില്ലെങ്കിൽ സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ നടപടി എടുക്കുമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സർക്കാരും പോലീസും ഒത്തു കളിക്കുകയാണെന്ന് ഓർത്തഡോക്സ് സഭ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. നേരത്തെ ഇതിനു മുൻപ് യാക്കോബായ സഭ ഇതേ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. എന്ത് നടപടികൾ സ്വീകരിച്ചു, ഈ കാര്യത്തിൽ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് 25/7 മുൻപ്, ഈ മാസം 25-ന് മുൻപ് കൈമാറണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഒരു അന്ത്യശാസനം സർക്കാരിന്, കാരണം കുറെ നാളുകളായി കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഈ വിഷയത്തിൽ ഇടപെടാനുള്ള പരിമിതികൾ കാരണം സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്ന നിലപാട് പലപ്പോഴും കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഒരു അന്ത്യശാസനം, ഒരു അവസരമെന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾക്ക് മറ്റൊരു അവസരമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് കോടതി ആജ്ഞ. അതെ രഞ്ജിത്ത്, കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ സർക്കാർ ഉത്തരവ് പ്രകാരം പള്ളി പിടിച്ചെടുക്കാൻ പോലീസ് എത്തിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വിശ്വാസികൾ ഒന്നടങ്കം ആ പ്രതിഷേധം അറിയിച്ചത് കൊണ്ട് തന്നെ വിശ്വാസികളെ വേദനിപ്പിച്ച്, അതായത് അവരെ ഹേർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു പോലീസും. അങ്ങനെ വിശ്വാസികൾ കുഞ്ഞുങ്ങളെ മുൻനിർത്തിയിട്ട് ഇതിനെ, അതായത് പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കുന്ന, പ്രതിഷേധം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുഞ്ഞുങ്ങളെ മുൻനിർത്തിയിട്ട് ഇതിനെ തടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിശ്വാസികളുടെ ഈ ഒരു നിലപാടിനെ, അതായത് നിർബന്ധപൂർവം അങ്ങനെ ഇത് ചെയ്യേണ്ട, അതായത് ഈ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നിട്ട് പോലും അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ട് പോലും പള്ളി പിടിച്ചെടുക്കാൻ ഈ ഒരു നിർദ്ദേശം, അതായത് 6 പള്ളികളുടെ കാര്യത്തിലാണ് ഇങ്ങനെ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. അപ്പൊ കോടതി വിധി നടപ്പാക്കാൻ എത്തുമ്പോൾ ഇങ്ങനെ സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രായമായവരും ഉൾപ്പെടെയുള്ള ആൾക്കാർ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും കുഞ്ഞുങ്ങളെ അതിന്റെ പ്രൊട്ടസ്റ്റിന് മുന്നിലേക്ക് നിർത്തുകയും ഒക്കെയുള്ള ഒരു നീക്കമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടാക്കി പള്ളി പിടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകണ്ട എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം തീരുമാനിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഇന്ന് എന്തായാലും ഹർജി പരിഗണിക്കാൻ, നേരത്തെ തന്നെ ഇന്ന് ഹർജി പരിഗണിക്കുമെന്ന് തീരുമാനത്തിലായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് കൃത്യമായി അറിയിക്കണം. അത് മാത്രമല്ല, ഇനി ഒരു അവസരം കൂടിയ സർക്കാരിന് ഇക്കാര്യത്തിൽ നൽകുകയുള്ളൂ എന്ന് ഹൈക്കോടതി അറിയിച്ചത്. ജസ്റ്റിസ് BG അരുണാണ് ഈ കേസ് പരിഗണിച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു. ഈ പള്ളിത്തർക്കം, ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സർക്കാരിന് കോടതി അന്ത്യശാസനം നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇടുക്കി ഡീലേഴ്സ് സഹകരണ